നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാനുള്ള റെക്കോർഡ് തിരുത്തുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. അതിന് കാരണമുണ്ട്. പറയുമ്പോൾ ഏതറ്റം വരെയും വിളിച്ച് പറയും. അത് മണ്ടത്തരമാണെന്ന് മനസ്സിലാകുമ്പോൾ ഇട്ടിട്ടോടി രക്ഷപ്പെടുകയും ചെയ്യും. അതാണ് പതിവ്. വഖഫ് നിയമവും മുനമ്പവും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സമ്മതിച്ചതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ കള്ളി വെളിച്ചത്തായെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അപ്പോൾ കിരൺ റിജിജു ഇങ്ങനെ പറഞ്ഞെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് കിരൺ റിജിജു എന്താണ് പറഞ്ഞതെന്ന് ആദ്യം നോക്കാം. വഖഫ് നിയമം മുസ്ലിങ്ങൾക്കെതിരെയല്ലെന്നും നിയമ ഭേദഗതിയിലൂടെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റ് തിരുത്തുകയാണ് സർക്കാരെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. മുസ്ലിങ്ങൾക്കെതിരായ നീക്കം കേന്ദ്രം നടത്തുന്നു എന്ന വ്യാജ പ്രചരണം നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത് തെറ്റാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. മുനമ്പത്തുണ്ടായ സംഭവം ഇനി രാജ്യത്ത് എവിടെയും ആവർത്തിക്കില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. മുനമ്പത്തുകാർക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പാക്കുമെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതിയല്ല ഇതെന്നും റിജിജു വിശദമാക്കി. നിയമ ഭേദഗതി നടത്തില്ലായിരുന്നു എങ്കിൽ ഏത് ഭൂമിയും വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞതാണ് സർക്കാർ നിയമ ഭേദഗതിക്ക് തയ്യാറായതെന്നും കിരൺ റിജിജു പറഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾ നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണം. വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങളിലൂടെ ഘടനയിലും നിയമ ഭേദഗതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനാൽ ട്രിബ്യൂണൽ ഉത്തരവെതിരായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാനാവും. മുനമ്പത്തെ പ്രശ്നങ്ങൾ കോടതി വഴിയെ പരിഹരിക്കപ്പെടുകയെന്നും സാങ്കേതികമായി പറയാനാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയോടൊരു ചോദ്യം. മുനമ്പം പ്രശ്നം പോലെ ഒരു പ്രശ്നം ആവർത്തിക്കില്ലെന്ന് വാക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുനമ്പവും വഖഫും തമ്മിൽ ബന്ധമില്ലെന്നാണോ? അതോ വഖഫ് പ്രശ്നം മുനമ്പത്ത് നടന്നില്ല എന്നാണോ? മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. മുനമ്പത്ത് എന്താണ് നടന്നതെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇവ രണ്ടും തമ്മിൽ ബന്ധമില്ലാത്തത്? ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മണ്ടത്തരങ്ങൾ പറയാതിരിക്കണമെന്ന അഭ്യർത്ഥനയോടെ നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.